കാൾ സാഗൻ്റെ എ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന പുസ്തകത്തിലെ ഗ്രേറ്റ് ഡിമോഷൻസ് എന്ന അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. റെഫറൻസ് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. ചില പുസ്തകങ്ങളുണ്ട് നമ്മൾ ആർത്തിയോടെ വായിച്ച് തീർക്കുന്ന പുസ്തകങ്ങൾ. അത്തരത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് എ പെയിൽ ബ്ലൂ ഡോട്ട്. ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ ആണെന്നൊരു തോന്നലുണ്ടാവുകയാണെങ്കിൽ, കലശലായിട്ടുള്ള അഹങ്കാരം തോന്നുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിവിധിയായിരിക്കും. കാൾ സാഗൻ ഈ അധ്യായം എഴുതി തുടങ്ങുന്നത് വോൾട്ടയറിൻ്റെ മൈക്രോ മെഗാസ് എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു തത്വചിന്തകൻ്റെ മുൻപിൽ മറ്റേതൊക്കെയോ ഗ്രഹങ്ങളിൽ നിന്ന് ചില അതിഥികൾ പ്രത്യക്ഷപ്പെടുന്നു. ആ അതിഥികളോട് ഈ തത്വചിന്തകൻ പറയുകയാണ്, നിങ്ങളെയും നിങ്ങളുടെ ലോകങ്ങളെയും ഈ കാണുന്ന ലോകത്തെയും ഇവിടെയുള്ള സകല നക്ഷത്രങ്ങളെയും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണെന്ന്. ആ തത്വചിന്തകൻ്റെ അഹങ്കാരപരമായിട്ടുള്ള ആ വർത്തമാനം കേട്ട് ആ അതിഥികൾ പൊട്ടിച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഈ അഹങ്കാരത്തിനുള്ള തിരിച്ചടിയാണ് അല്ലെങ്കിൽ തരം താഴ്ത്തലാണ് ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടെത്തലുകളും. ആ കണ്ടെത്തലുകളുടെ തുടക്കം 17-ാം നൂറ്റാണ്ടിലാണ് സംഭവിച്ചത്. കോപ്പർനിക്കസ് ഒരു തിയറി തന്നെ കൊണ്ടുവന്നു. അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന സകല കാഴ്ചപ്പാടുകളെയും പൊളിച്ചടുക്കുന്ന തരത്തിലുള്ള ഒരു തിയറി. അതിനു മുൻപ് വരെ എല്ലാവരും കരുതിയിരുന്നത് ഭൂമിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും മധ്യഭാഗത്തുള്ളതെന്നാണ്. ഈ ഭൂമിയെ വലം വെച്ചുകൊണ്ട് സൂര്യനുണ്ട്, ഗ്രഹങ്ങളുണ്ട്, കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്, എല്ലാത്തിൻ്റെ മധ്യഭാഗത്ത് സ്പെഷ്യലായിട്ടുള്ള ഭൂമിയുമുണ്ട്. പക്ഷേ കോപ്പർനിക്കസ് പറഞ്ഞത് ഭൂമിയല്ല, ഭൂമി വലം വയ്ക്കുന്നത് സൂര്യനെയാണ്. അപ്പോൾ സൂര്യനാണ് മധ്യഭാഗത്തുള്ളത്. സൂര്യനെ വലം വെച്ചുകൊണ്ട് ഭൂമി, മറ്റ് ഗ്രഹങ്ങൾ, മറ്റ് അനേകം നക്ഷത്രങ്ങൾ. പിന്നീട് ഈ തിയറിയിൽ മാറ്റം വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മുൻപുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള ജിയോസെൻട്രിക് തിയറിയെ കോപ്പർനിക്കസ് പൊളിച്ചെഴുതി. ഇത് കേട്ട് ലോകം മുഴുവനും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തെ വേട്ടയാടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അതേ വാദഗതിയുമായിട്ട് മുന്നോട്ട് വന്ന പല ഗവേഷകരെയും വളരെ മോശമായ രീതിയിൽ ആളുകൾ പിച്ചി ചീന്തി. ബ്രൂണോയെ പച്ചയ്ക്ക് ജീവനോടെയാണ് തീ കത്തിച്ച് കൊന്നത്. ഗലീലിയോ ഗലീലിയെ അദ്ദേഹത്തിൻ്റെ മരണം വരെയും തടവിൽ പാർപ്പിച്ചു. ഇതേ കാലഘട്ടത്തിൽ തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള വാദഗതിയുമായിട്ട് വന്നിട്ടുള്ള ആളുകളുമുണ്ട്. അവർ പറയുന്നത് ജിയോസെൻട്രിക് വേൾഡ് അല്ലെങ്കിൽ വേണ്ട, ഹീലിയോസെൻട്രിക് തന്നെ ആയിക്കോട്ടെ, ഈ പ്രപഞ്ചത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ തന്നെ ആയിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ലോകമെന്ന് പറയുന്നത് അത് ഭൂമി മാത്രമാണ്. അത് പിന്നീട് പൊളിച്ചെഴുതുന്നത് ഗലീലിയോ ഗലീലിയാണ്. അദ്ദേഹമാണ് ചരിത്രത്തിൽ ആദ്യമായി ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ദൂരദർശിനി ഉപയോഗിച്ച് പ്രപഞ്ചത്തിലെ പല കാഴ്ചകളും കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു. അന്നുവരെ എല്ലാവരും കരുതിയിരുന്നത് ചന്ദ്രൻ എന്ന് പറയുന്നത് ഭൂമിയിലേക്ക് പ്രകാശം കൊണ്ടുവരാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുവായിട്ടാണ്. ചന്ദ്രൻ വളരെയധികം സ്മൂത്താണ്, അവിടെ നിന്നും പ്രകാശം ഇവിടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഗലീലിയോ പറഞ്ഞു, അത്തരത്തിൽ സ്മൂത്തായിട്ടുള്ള ഒരു പ്രതലമല്ല ചന്ദ്രനുള്ളത്. ഭൂമിയിൽ കാണുന്നത് പോലെ തന്നെ മലകളും കുന്നുകളും താഴ്വാരങ്ങളും വലിയ വലിയ ഗർത്തങ്ങളും ഒക്കെ അവിടെ അടങ്ങിയിട്ടുണ്ട്. അവിടെയുള്ള പാടുകൾ അദ്ദേഹത്തിന് ദൂരദർശിനിയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. മാത്രമല്ല, നമ്മൾ പ്രകാശത്തിൻ്റെ സ്രോതസ്സായിട്ട് കരുതിയിരുന്ന ഗ്രഹങ്ങൾ അത് ശരിക്കും പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ സോഴ്സുകളല്ല, ഭൂമിയെപ്പോലെയുള്ള ഗ്രഹങ്ങളാണ്. അതായത് ലോകമെന്ന് പറയുന്നത് ഭൂമി മാത്രമല്ല, അനേകം ലോകങ്ങൾ വേറെയുമുണ്ട്. അവിടെയും മലകളുണ്ട്, കുന്നുകളുണ്ട്, അതിനേക്കാൾ വിചിത്രമായിട്ടുള്ള പല പ്രതിഭാസങ്ങളും നടക്കുന്ന ഗ്രഹങ്ങളുണ്ട്. ശുക്രനും ശനിയുമൊക്കെ തീർത്തും വിചിത്രമായിട്ടുള്ള ഗ്രഹങ്ങളാണ്. ശനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വലയം പോലുമുണ്ട്, ഒന്നല്ല അനേകം വലയങ്ങൾ. ആ ഗ്രഹങ്ങളെ വലം വെച്ചുകൊണ്ട് അനവധി ഉപഗ്രഹങ്ങളും വേറെയുണ്ട്. ലോകം അനവധി ഉണ്ടായിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ഈ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ സൗരയൂഥമാണ് ഈ പ്രപഞ്ചമാകുന്ന മിൽക്കി വേയുടെ ഏറ്റവും മധ്യഭാഗത്ത് നിൽക്കുന്നത്. കാരണം നമ്മളാണ് ഏറ്റവും സ്പെഷ്യൽ. പക്ഷേ അതും പൊളിച്ചെഴുതാൻ അധികം കാലമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല. മിൽക്കി വേയുടെ അല്ലെങ്കിൽ ക്ഷീരപഥത്തിൻ്റെ എവിടെയാണ് നമ്മുടെ സൗരയൂഥത്തിൻ്റെ സ്ഥാനമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായി. അതുവരെ ആളുകൾ കരുതിയിരുന്നത് പോലെ മിൽക്കി വേയുടെ മധ്യഭാഗത്തായിരുന്നില്ല സോളാർ സിസ്റ്റത്തിൻ്റെ സ്ഥാനം. മധ്യഭാഗത്തു നിന്ന് വളരെയധികം അകലെയുള്ള ഒട്ടും തിരക്കില്ലാത്ത ആളൊഴിഞ്ഞ ഒരു ഭാഗത്തായിരുന്നു ഭൂമിയുടെയും സൗരയൂഥത്തിൻ്റെയും സ്ഥാനം. മിൽക്കി വേ എന്ന് പറയുന്നത് ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള പട്ടണങ്ങളാണ് ഏറ്റവും മധ്യഭാഗത്തായിട്ട് കാണുന്ന അനേകം ബ്ലാക്ക് ഹോളുകളും മറ്റ് നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന പ്ലാനറ്റുകളും.
അവിടെ നിന്നും വളരെയധികം അകലെയുള്ള ഒരു കുഗ്രാമം മാത്രമാണ് ഭൂമിയും സൗരയൂഥവും. അതായത് മിൽക്കി വേയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നിർണായകമല്ലാത്ത, കാര്യമായിട്ട് സംഭവ വികാസങ്ങളൊന്നും അരങ്ങേറാത്ത, ഒട്ടും തന്നെ സ്പെഷ്യലല്ലാത്ത, വളരെയധികം അകലെ നിൽക്കുന്ന ഒരു സോളാർ സിസ്റ്റം മാത്രമാണ് നമ്മുടെ സൗരയൂഥം. അതെന്തുമായിക്കോട്ടെ, ഇവിടെ മിൽക്കി വേ ഉണ്ടല്ലോ. ആ ഒരു മിൽക്കി വേ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ മിൽക്കി വേ അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സി മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ. അപ്പോൾ നമ്മൾ അല്പം സ്പെഷ്യലായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. എന്നാൽ അതും പൊളിച്ചടക്കാൻ അധികം കാലം കാത്തിരിക്കേണ്ടി വന്നില്ല. 20-ാം നൂറ്റാണ്ടിൽ ഹബിൾ എന്ന ഒരു ഗവേഷകൻ വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച അദ്ദേഹം ദൂരദർശനിലൂടെ കണ്ടു. അത് ഒരു ഗാലക്സി ആയിരുന്നു. എന്നാൽ ആ ഗാലക്സി നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ പ്രപഞ്ചമെന്ന് വിശ്വസിക്കുന്ന മിൽക്കി വേയുടെ ഉള്ളിലല്ല. മിൽക്കി വേയിൽ നിന്നും 25 ലക്ഷം പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഭാഗത്താണ്. ആൻഡ്രോമീഡ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഗാലക്സിയുടെ വലിപ്പം ഏകദേശം നമ്മുടെ മിൽക്കി വേയുടെ 2 ഇരട്ടിയാണ്. മിൽക്കി വേയിൽ എത്രമാത്രം നക്ഷത്രങ്ങളുണ്ടോ അതിൻ്റെ ഏകദേശം 2 ഇരട്ടിയോളം നക്ഷത്രങ്ങളെ നമുക്ക് ആൻഡ്രോമീഡയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. ആൻഡ്രോമീഡയും മിൽക്കി വേയും അത്തരത്തിൽ വലിപ്പം കൂടിയതും വലിപ്പം കുറഞ്ഞതുമായിട്ടുള്ള 80ഓളം ഗാലക്സികൾ കൂടിച്ചേർന്ന് ലോക്കൽ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ അനേകം ഗ്രൂപ്പുകൾ കൂടിച്ചേർന്ന് സൂപ്പർ ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനേകം സൂപ്പർ ഗാലക്റ്റിക് ക്ലസ്റ്റേഴ്സിനെ ഈ പ്രപഞ്ചത്തിൽ, വിസിബിളായിട്ടുള്ള പ്രപഞ്ചത്തിൽ മാത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കോടാനുകോടി ഗാലക്സികളുണ്ട്. അതിൽ ഓരോ ഗാലക്സിയിലും കോടാനുകോടി നക്ഷത്രങ്ങളുമുണ്ട്. എങ്കിൽ നമുക്ക് ശാസ്ത്രം പറഞ്ഞ എക്സ്പാൻഷനിലേക്ക് പോകാം. പ്രപഞ്ചം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. ആ എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മളെ കേന്ദ്രീകരിച്ചിട്ടാണ്. മിൽക്കി വേ എന്ന ഗാലക്സിയുടെ ചുറ്റിനുമായിട്ടാണ് ഈ ഇവിടെയുള്ള ഗാലക്സികളൊക്കെ അലൈൻ ചെയ്തിരിക്കുന്നത്. അവരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ മധ്യഭാഗത്ത് അകന്നു പോകാതെ നമ്മൾ മാത്രം നിൽക്കുന്നു. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് പെർസ്പെക്റ്റീവാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് മിൽക്കി വേ ഗാലക്സിയിലാണ്. മിൽക്കി വേ ഗാലക്സിയിൽ നിന്ന് നോക്കുമ്പോഴാണ് എല്ലാ ഗാലക്സികളും അകന്നു പോകുന്നതായിട്ട്, എല്ലാ ഗാലക്സികളുമല്ല, ഗാലക്സികളുടെ ഗ്രൂപ്പുകളാണ് അകന്നു പോകുന്നത്. ഗാലക്സികൾക്ക് ഇടയിലുള്ള സ്പേസ് പുതുതായിട്ട് ഉണ്ടായി വരുന്നില്ല. കാരണം ഡാർക്ക് എനർജിക്ക് ഇടയിലുള്ള ആ ഗ്രാവിറ്റിയെ അതിജീവിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് ഗാലക്സികളുടെ വലിയ കൂട്ടങ്ങൾക്ക് ശേഷം വലിയൊരു അകൽച്ചയുണ്ട്. ആ അകൽച്ചയ്ക്ക് ശേഷമാണ് അടുത്ത ഗാലക്സികളുടെ കൂട്ടമുള്ളത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഗാലക്സികളുടെ കൂട്ടത്തിന് ഇടയിലുള്ള സ്പേസാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ ഏത് ഗാലക്സിയിൽ നിന്ന് നോക്കിയാലും മറ്റുള്ള ഗാലക്സികളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. കൂടാതെ ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രതിഭാസം നടന്നിട്ടുള്ള ഒരു സ്പോട്ടും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കില്ല. കാരണം ബിഗ് ബാങ് എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇവിടെ കാണുന്ന സകല സ്പേസും ഉണ്ടായിരിക്കുന്നത്. സകല മാറ്ററുകളും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയതും ബിഗ് ബാങ്ങിലൂടെ തന്നെയാണ്. ബിഗ് ബാങ്ങിൻ്റെ ആ ഘട്ടത്തിൽ, അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നീടുണ്ടായി വന്നതാണ് ഈ കാണുന്ന സ്പേസുകളൊക്കെ. അതുകൊണ്ട് നമുക്കൊരിക്കലും ഇവിടെയാണ് ബിഗ് ബാങ് ഉണ്ടായത് അല്ലെങ്കിൽ അവിടെയാണ് ബിഗ് ബാങ് ഉണ്ടായതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതെല്ലാം ബിഗ് ബാങ്ങിൽ നിന്ന് ഉണ്ടായതാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. അതെന്തുമായിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് ഇവിടെ കോടാനുകോടി ഗാലക്സികളും അതിൽ ഓരോ ഗാലക്സിയിലും കോടാനുകോടി നക്ഷത്രങ്ങളും ഉണ്ടെന്നല്ലേ. എന്നാൽ ആ നക്ഷത്രങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടോ? കാണാൻ സാധിക്കില്ല. കാരണം ഗ്രഹങ്ങൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയായിരുന്നു ഒരു ഘട്ടത്തിലെ ആളുകളുടെ വാദം. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തിയറിയും ആ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. ആ തിയറി അനുസരിച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നക്ഷത്രത്തിൻ്റെ, അതായത് നമ്മുടെ സൂര്യൻ്റെ അരികിലൂടെ മറ്റൊരു നക്ഷത്രം കൂടെ കടന്നുപോയി. ഈ 2 നക്ഷത്രങ്ങളും തമ്മിൽ ഗുരുത്വാകർഷണപരമായിട്ടുള്ള ഒരു യുദ്ധം നടന്നു, ഒരു വടംവലി നടന്നു. ആ വടംവലിയെ തുടർന്ന് 2 നക്ഷത്രങ്ങളിൽ നിന്നും ഒരു നേർത്ത വള്ളി വെളിയിലേക്ക് വരികയും ആ വള്ളി പിന്നീട് ചെതറി അനേകം പൊടിപടലങ്ങളായി മാറി. ആ പൊടിപടലങ്ങൾ ചേർന്ന് ഇവിടെ ഗ്രഹങ്ങളുണ്ടായത്. ഈ തിയറി തെറ്റാണെന്ന് പറയുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും ആ ഘട്ടത്തിൽ നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഇതൊരു ഹൈപ്പത്തറ്റിക്കൽ തിയറി മാത്രമായിട്ട് ഒരു ഘട്ടത്തിൽ നിലനിന്നിരുന്നു. അതിനെ പിന്താങ്ങിയിട്ടാണ് പല തരത്തിലുള്ള വിശ്വാസങ്ങളും വരുന്നത്. പക്ഷേ പിന്നീട് അതും നമുക്ക് പൊളിച്ചെഴുതേണ്ടി വന്നു. പിന്നീട് ശാസ്ത്രം വളർന്നപ്പോൾ, സാങ്കേതികവിദ്യ വളർന്നപ്പോൾ പല സ്റ്റേജുകളിലുള്ള സ്റ്റാർ സിസ്റ്റങ്ങളെ നമുക്ക് കാണാൻ സാധ്യമായി. പുതിയതായി ഒരു നക്ഷത്രം ഉണ്ടാകുന്ന സ്റ്റാർ സിസ്റ്റം നമ്മൾ കണ്ടു. അതിനെ നമ്മൾ പ്രോട്ടോ സ്റ്റാർ സിസ്റ്റം എന്ന് പറയും.
ആ പ്രോട്ടോ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് പ്രോട്ടോ സ്റ്റാർ ഉണ്ട്. അതായത് നക്ഷത്രമായിട്ടില്ല, അതിൻ്റെ തുടക്കഘട്ടമാണ്. അതിന് ചുറ്റുമായിട്ട് ഒരുപാട് പൊടിപടലങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. കുറച്ചുകൂടെ പ്രായം ചെന്ന മറ്റൊരു പുതിയ നക്ഷത്രത്തിൻ്റെ സ്റ്റാർ സിസ്റ്റം നമ്മൾ കണ്ടു. അതും പ്രോട്ടോ സ്റ്റാറിൻ്റെ രൂപത്തിൽ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ചുറ്റുപാടുമുള്ള പൊടിപടലങ്ങൾ പല പല ഗ്രഹങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്, അതായത് പ്രോട്ടോ പ്ലാനറ്റുകളായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രോട്ടോ പ്ലാനറ്റ് ആയി മാറിയിട്ടുള്ള സ്റ്റാർ സിസ്റ്റത്തെ നമ്മൾ വേറെ കണ്ടു. കൂടാതെ ശരിക്കും ഒരു സ്റ്റാർ സിസ്റ്റമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്ന സ്റ്റാർ സിസ്റ്റത്തെ നമ്മൾ പ്രപഞ്ചത്തിൽ കണ്ടു. എല്ലാ രീതിയിലും ഒരു സ്റ്റാർ സിസ്റ്റമായിട്ട് മാറിയിട്ടുള്ള ഒരു പുതിയ സ്റ്റാറിനെയും അതിൻ്റെ ചുറ്റിനും വലം വയ്ക്കുന്ന ഗ്രഹങ്ങളെയും നമ്മൾ കണ്ടെത്തി. ശാസ്ത്രം വളർന്നപ്പോൾ, അതിലൂടെ സാങ്കേതിക വിദ്യ വളർന്നപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിലായി ചിന്നിച്ചിതറി കടന്നിരുന്ന പല പല സ്റ്റാർ സിസ്റ്റത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേജുകൾ കണ്ട് മനസ്സിലാക്കി ശരിക്കും സ്റ്റാർ സിസ്റ്റത്തിൻ്റെ പരിണാമം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായി. അതോടുകൂടി ഈ വാദഗതിയും ഇല്ലാതെയായി. നമ്മുടെ സൗരയൂഥത്തിൽ മാത്രമല്ല ഗ്രഹങ്ങളുള്ളത്, വേറെയും അനേകം ഗ്രഹങ്ങളുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ടെങ്കിൽ കോടാനുകോടി അല്ലെങ്കിൽ അതിലും വളരെയധികം കൂടുതൽ ഘടകങ്ങളും ഇവിടെയുണ്ട്. അവയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ പരിമിതി മാത്രമാണ്. അടുത്ത വാദം അനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ തുടക്കഘട്ടത്തിൽ തന്നെ ഇവിടെ മനുഷ്യരുണ്ടായിരുന്നു. തുടക്കഘട്ടത്തിൽ തന്നെ പ്രപഞ്ചത്തിൽ ഭൂമി ഉണ്ടായിരുന്നു. ആ ഭൂമിയിൽ മനുഷ്യരും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചിരുന്നു. ഇത് എത്രമാത്രം ശരിയാണ്? പല വിശ്വാസങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ മനുഷ്യരുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ ആയുസ്സിന് ഏകദേശം 6000 അല്ലെങ്കിൽ 5000 വർഷത്തിൻ്റെ പഴക്കം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകത്തിലെ വംശാവലികൾ കൂട്ടിച്ചേർത്താൽ ഭൂമിയുടെയും പ്രപഞ്ചത്തിൻ്റെയും പ്രായം വെറും 6000 വർഷങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഭൂമിയിൽ നിന്നും 6000-ൽ അധികം പ്രകാശവർഷങ്ങൾ അകലെ സ്ഥിതി ചെയ്യുന്ന അനേകം സെലസ്റ്റിയൽ ബോഡികളുണ്ട്. നമ്മൾ കാണുന്ന മിക്ക സെലസ്റ്റിയൽ ബോഡികളും 6000 പ്രകാശവർഷത്തിനും അകലെയുള്ളതാണ്. 6000 വർഷം മാത്രം പഴക്കമുള്ള പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് അത്രയും അകലത്തിൽ നമുക്ക് സെലസ്റ്റിയൽ ബോഡികളെ കാണാൻ സാധിക്കുന്നത്? പ്രകാശവർഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൂരമാണ്. ഒരു പ്രകാശവർഷം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാശം ഒരു വർഷം യാത്ര ചെയ്യുന്ന ദൂരമാണ്. അപ്പോൾ 6000 പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രം എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രകാശം നമ്മുടെ കണ്ണിൽ എത്തിച്ചേരണമെങ്കിൽ 6000 വർഷങ്ങൾ വേണ്ടി വരും. ഒരു 10000 പ്രകാശവർഷം അകലെയുള്ള ഒരു നക്ഷത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രകാശം അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞത് 10000 വർഷമെങ്കിലും ആയിട്ടുണ്ട്. ആൻഡ്രോമിഡ ഗാലക്സി അത് 25 ലക്ഷം പ്രകാശവർഷം അകലെയാണെന്ന് പറഞ്ഞു. അവിടെ നിന്നുള്ള പ്രകാശം ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം അത് ഏറ്റവും കുറഞ്ഞത് 25 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെട്ടിട്ടുള്ള പ്രകാശമാണ്. അതിൻ്റെയൊക്കെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ പ്രായം 25 ലക്ഷം ഒന്നുമല്ല, അതിനേക്കാളുമൊക്കെ വളരെയധികം കൂടുതലാണ്. ഒരുപാട് പഠനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട്. ഭൂമിയിലെ പല പാറകളിൽ റേഡിയോമെട്രിക് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ഭൂമിയിൽ പലപ്പോഴായിട്ട് പതിച്ചിട്ടുള്ള ഉൽക്കകളുടെ അവശേഷിപ്പുകളിൽ നമ്മൾ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉൽക്കകൾ കാരണമുണ്ടാകുന്ന ക്രേറ്ററുകളുടെ എണ്ണം കണക്കുകൂട്ടി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഭൂമിക്ക് ഏകദേശം 450 കോടി വർഷത്തെ പഴക്കമാണ് ഉള്ളതെന്ന് നമ്മൾ കണ്ടെത്തി. കൂടാതെ പ്രപഞ്ചത്തിൻ്റെ പഴക്കം അത് ഏകദേശം 1380 കോടി വർഷങ്ങളാണ്. അതായത് പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം സമയവും ഈ പ്രപഞ്ചത്തിൽ ഭൂമി ഉണ്ടായിരുന്നില്ല. അനവധി വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഭൂമി തന്നെ ഉണ്ടായത്. ഭൂമി ഉണ്ടായി പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, കോടിക്കണക്കിന് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് മനുഷ്യനുണ്ടാകുന്നത്. മനുഷ്യൻ്റെ ഹോമോസാപ്പിയൻസിൻ്റെ ഏറ്റവും പഴക്കം ചെന്ന അസ്ഥിപഞ്ജരം നമുക്ക് ഇർഹൗദിൽ നിന്നാണ് കിട്ടിയത്. ഇർഹൗദിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ അസ്ഥിപഞ്ജരത്തിന് ഏകദേശം 3 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. ഇർഹൗദിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ശരിക്കും ഒരു പക്ക ഹോമോസാപ്പിയനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു പക്ക ഹോമോസാപ്പിയൻ്റെ, അതായത് എല്ലാ രീതിയിലും ഹോമോസാപ്പിയൻ എന്ന് പറയാൻ സാധിക്കുന്ന ഒരു അസ്ഥിപഞ്ജരം കിട്ടിയിട്ട് ഏകദേശം ഒരു 2 ലക്ഷം വർഷം മാത്രമേ ആകുന്നുള്ളൂ. പ്രപഞ്ചമുണ്ടായി പ്രപഞ്ചത്തിൻ്റെ മൊത്തം പ്രായത്തിൻ്റെ 99.998% സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മനുഷ്യരിവിടെ ഉണ്ടാകുന്നത്. അതായത് മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ഈ പ്രപഞ്ചം. മനുഷ്യർ ഒട്ടും തന്നെ സ്പെഷ്യലല്ല. ഭൂമിക്ക് വേണ്ടിയും ഉണ്ടാക്കിയിട്ടുള്ളതല്ല പ്രപഞ്ചം. കാരണം ഭൂമി ഉണ്ടാകുന്നതിനും എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ പ്രപഞ്ചമുണ്ടായിരുന്നു. ഐസക് ന്യൂട്ടൻ്റെ പഠനത്തിൽ ഒരു പിശക് സംഭവിച്ചിരുന്നു. പഠനത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി അദ്ദേഹം ഒരു റഫറൻസ് ഫ്രെയിം നിർണ്ണയിച്ചു. ആ റഫറൻസ് ഫ്രെയിമാണ്
പ്രിവിലേജ്ഡ് റെഫറൻസ് ഫ്രെയിം. ഭൂമി പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു റെഫറൻസാണ്. ഭൂമിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം പഠനങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം. അതുതന്നെയായിരിക്കും വേറെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ അത് വലിയ അബദ്ധമാണെന്ന് പിന്നീട് ആൽബർട്ട് ഐൻസ്റ്റീൻ തെളിവുകൾ സഹിതം തെളിയിച്ചു. അതാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി. അതനുസരിച്ച് നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നതിന് പ്രാധാന്യമുണ്ട്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് പോലെ ആയിരിക്കില്ല നമ്മൾ മറ്റൊരു ഗ്രഹത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരു ബ്ലാക്ക് ഹോളിൻ്റെ പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ. മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ അവസാനത്തെ അഭയം നമ്മൾ അതുല്യരാണെന്നുള്ളതാണ്. മറ്റ് മൃഗങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. നമുക്ക് ന്യായവാദങ്ങൾ നടത്താൻ സാധിക്കും, ആത്മബോധമുണ്ട്, ഉപകരണങ്ങൾ നിർമ്മിക്കാനും നമ്മളെക്കൊണ്ട് സാധിക്കും. പക്ഷേ പിന്നീട് ശാസ്ത്രം തന്നെ കണ്ടെത്തി ഇത് മനുഷ്യർക്ക് മാത്രമല്ല ചിമ്പാൻസികൾക്ക് കൂടിയുള്ള കഴിവുകളാണ്. അവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും, ന്യായവാദങ്ങൾ നിരത്താൻ സാധിക്കും, കൂടാതെ അവർക്കും ആത്മബോധമുണ്ട്. മനുഷ്യരുടെയും ചിമ്പാൻസികളുടെയും ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ജീനുകളുടെ സിമിലാരിറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ അത് 99.6%. പക്ഷേ മനുഷ്യരാണല്ലോ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ജീവി. മനുഷ്യർക്ക് എന്തിനേയും നിയന്ത്രിക്കാം, എന്തിനേയും കൊല്ലാം, എന്തിനേയും വകവരുത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു അഹങ്കാരവും മനുഷ്യർക്കിടയിലുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. മനുഷ്യരെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയാൻ സാധിക്കുന്ന ഒരു വൈറസ് പോലും ഭാവിയിൽ ഉണ്ടാകാം. അവയെ ഒരുപക്ഷെ നിർവീര്യമാക്കാൻ നമ്മളെക്കൊണ്ട് സാധിച്ചില്ല എന്നും വരാം. പിന്നെ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ജീവി നമ്മളാണെന്ന് ഒരിക്കലും നമുക്ക് വാദിക്കാൻ സാധിക്കില്ല. അങ്ങ് വിദൂരതയിൽ അടങ്ങിയിരിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾക്ക് ചുറ്റുമായി വലം വയ്ക്കുന്ന അനേകം ഗ്രഹങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. പല ആളുകളും വിശ്വസിക്കുന്നത് ജെയിംസ് വെബ് ടെലസ്കോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അകലെയുള്ള ഗ്രഹങ്ങൾ സൂം ചെയ്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. എന്നാൽ അത്തരത്തിലുള്ളൊരു സാങ്കേതിക വിദ്യ ഇപ്പോഴും നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്റ്റാർ സിസ്റ്റമായിട്ടുള്ള ആൽഫ സെൻറ്ററിയിലെ ഗ്രഹങ്ങളിലേക്ക് പോലും നമുക്ക് അത്തരത്തിൽ സൂം ചെയ്ത് പരിശോധിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. അകലെയുള്ള ഗ്രഹങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോലും നമ്മളെക്കൊണ്ട് സാധിക്കില്ല. റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രോക്സിമ സെൻറ്റോറിയിലെ ഒരു പ്ലാനറ്റിലേക്ക് നമ്മളൊരു സന്ദേശം അയച്ചാൽ പോലും 4 വർഷങ്ങൾ വേണ്ടിവരും ആ സന്ദേശം അവിടെ എത്തിച്ചേരാൻ. അവിടെ ഒരു തരത്തിലുള്ള ജീവജാലവും ഇല്ലെന്ന് കരുതാം. ഇവിടെ നിന്ന് കോടാനുകോടി പ്രകാശവർഷങ്ങൾ അകലെയുള്ള വേറെയും ഒരുപാട് പ്ലാനറ്റുകളുണ്ട്. അവിടേക്കൊക്കെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ അയച്ചു കഴിഞ്ഞാൽ കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ആ സിഗ്നൽ അവിടെ എത്തിച്ചേരുകയുള്ളൂ. അവിടെ നിന്ന് തിരിച്ചൊരു സന്ദേശം വരാനും കോടാനുകോടി വർഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ പറയും മനുഷ്യരെക്കാൾ കൂടുതൽ കഴിവുള്ള ജീവജാലങ്ങൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മളെ കണ്ടുപിടിക്കുമെന്ന്. നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ അവർക്ക് എത്രമാത്രം മികച്ച ടെക്നോളജിയാണ് ഉണ്ടായിരിക്കേണ്ടത്. ഈ പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളെ ഉൽപ്പാദിപ്പിച്ചെടുക്കണമെങ്കിൽ നിലവിലുള്ള നമ്മുടെ സയൻസ് അനുസരിച്ച് അതൊരിക്കലും സാധിക്കുകയില്ല. പ്രകാശത്തിനാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് അവർ പല രീതിയിൽ അതിനെ പൊളിച്ചെഴുതി എന്നൊക്കെ കരുതുക. അങ്ങനെയാണെങ്കിൽ പോലും നമ്മളെക്കാൾ എത്രമാത്രം ഭീകരമായ രീതിയിൽ അവർ ഒരു കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ടായിരിക്കണം. അങ്ങനൊരു കുതിച്ചുചാട്ടം നടത്താൻ ഒരു ജീവജാലങ്ങൾക്കും സാധിക്കുകയില്ലെങ്കിൽ അവരെക്കൊണ്ടും അത് സാധിക്കില്ലല്ലോ. അവർക്കും അത് സാധിക്കില്ല. അവർ നമ്മളെക്കാൾ ഉയർന്ന സിവിലൈസേഷനിലാണെങ്കിൽ പോലും അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പോലും നമ്മളെ കണ്ടെത്താനോ നമുക്കൊരു സന്ദേശം അയക്കാനോ അല്ലെങ്കിൽ ഇവിടേക്ക് എത്തിച്ചേരാനോ അവർക്ക് സാധിക്കുന്നതല്ല. പ്രകാശത്തിൻ്റെ വേഗതയിൽ അവർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചാൽ പോലും കോടാനുകോടി വർഷങ്ങൾ ചിലപ്പോൾ വേണ്ടിവരും ഭൂമി വരെ എത്തിച്ചേരാൻ. ഭൂമി മാത്രമല്ലല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗ്രഹങ്ങളും ഒരുപാട് പ്രപഞ്ചത്തിൻ്റെ സ്പേസുകളും ഒക്കെ ഉണ്ട്. അവിടേക്കൊക്കെ അവർക്ക് പോകാനുള്ള സാധ്യതകളുമുണ്ട്. പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കാൻ അവർക്ക് സാധ്യമായാൽ പോലും പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സകല മേഖലകളിലേക്കും അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. നിലവിലുള്ള സയൻസിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. കാൾ സാഗൻ്റെ പുസ്തകത്തിൽ പറയാത്ത ഒരു പരാമർശം ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ്. K2-18b എന്ന ഗ്രഹത്തിൽ DMDS അല്ലെങ്കിൽ ഡൈമീഥൈൽ ഡൈസൾഫൈഡ് എന്ന ഒരു വാതകത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിരുന്നു. അത്തരത്തിലുള്ള ഒരു രാസവസ്തു അവിടെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അറിവനുസരിച്ച് ജീവജാലങ്ങൾക്ക് മാത്രമേ അതിനെ അവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. DMDS നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ഭൂമിയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ പ്ലാങ്ക്ടനുകളാണ്. അങ്ങനെയാണെങ്കിൽ K2-18bയിലും അനേകം ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം. ഇപ്പോഴും നമുക്കതൊരു ഹൈപ്പോത്തസിസ് ആയിട്ട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, ഉറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ വലിയ സാധ്യതകളാണ്. നമ്മുടെ പക്കലുള്ള ചെറിയ ചില ടൂളുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിതൊക്കെ കണ്ടുപിടിക്കുന്നതെന്ന് ഓർക്കണം.
മനുഷ്യരുണ്ടായിട്ട് ഏകദേശം 3 ലക്ഷം വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ സയൻസിന് സാങ്കേതികപരമായിട്ടുള്ള മുന്നേറ്റം നേടാൻ സാധിച്ചിട്ട് ഏകദേശം ഒരു 200 വർഷം മാത്രമേ ആകുന്നുള്ളൂ. 3 ലക്ഷം വർഷം വെച്ച് നോക്കുമ്പോൾ 200 വർഷമെന്ന് പറയുന്നത് എത്രമാത്രം ചെറുതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഒരു 400 അല്ലെങ്കിൽ ഒരു 500 ഒരു 1000 വർഷമൊക്കെ കഴിയുകയാണെങ്കിൽ സാങ്കേതികപരമായിട്ട് എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതിലൂടെ ഒരുപക്ഷേ ഏലിയൻസ് ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചേക്കും. 100% ഉറപ്പുവരുത്താൻ സാധിക്കുന്ന തെളിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിച്ചേക്കും. പക്ഷേ അപ്പോഴും അവിടേക്കൊരു കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ അയക്കാനോ അല്ലെങ്കിൽ അവിടെ വരെ പോയെന്ന് പരിശോധന നടത്താനോ നമ്മളെക്കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. കാരണം അതിന് നമ്മൾ ഈ പറയപ്പെടുന്ന സാങ്കേതിക വിദ്യയ്ക്കും അല്ലെങ്കിൽ സിവിലൈസേഷനുമൊക്കെ വളരെയധികം അപ്പുറം എത്തിച്ചേരണം. നിലവിലുള്ള നമ്മുടെ സയൻസ് അനുസരിച്ച് അത്തരത്തിലുള്ള ഒരു കുതിച്ചുചാട്ടം അസാധ്യമാണ്. മനുഷ്യൻ സ്പെഷ്യലാണെന്ന് അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്ന പല ഫാക്റ്റുകളും ഇപ്പോൾ തന്നെ നമ്മൾ പൊളിച്ചെഴുതി. പിന്നെയും ഉന്നയിക്കാൻ സാധിക്കുന്ന മറ്റൊരു വാദം ആന്ത്രോപിക് പ്രിൻസിപ്പിളാണ്. ആന്ത്രോപിക് പ്രിൻസിപ്പിൾ അനുസരിച്ച് മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ മാത്രമാണ് ഈ പ്രപഞ്ചം ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. ഈ ഡിസൈനിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ ഇവിടെ ജീവിതം ഒരിക്കലും സാധ്യമാകില്ലായിരുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, മിൽക്കി വേയുടെ പ്രവർത്തനത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, ആ മിൽക്കി വേയിലുള്ള നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സ്ഥാനത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഭൂമിയുടെ സ്ഥാനത്തിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിരുന്നെങ്കിൽ, ഇവിടെ നടക്കുന്ന പല പ്രതിഭാസങ്ങളിലും ഒരു ചെറിയ വ്യതിചലനം സംഭവിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യർ തന്നെ ഉണ്ടാകില്ലായിരുന്നു. ഇതിനും അപ്പുറത്തേക്ക് കുറച്ചുകൂടെ കടന്നു ചെല്ലുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ കൂടിയുണ്ട്, സ്ട്രോങ് ആന്ത്രോപിക് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് മനഃപൂർവ്വം ആരോ ഒരാൾ, ഒരു അദൃശ്യ ശക്തി ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ് മനുഷ്യന് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി. കാൾ സാഗൻ ഇതിനെ വോൾട്ടയറിൻ്റെ കാൻഡിഡ് എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഡോക്ടർ പാംഗ്ലാസിൻ്റെ അന്ധമായ ശുഭാപ്തി വിശ്വാസവുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു ചീട്ടുകളി വിജയിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ചീട്ടുകളുടെ ഈ ഒരു സെറ്റ് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടാക്കിയെടുത്ത് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വിജയിച്ചതെന്ന് ആക്രോശിക്കുന്ന ഒരു വ്യക്തിയുടെ യുക്തിക്ക് സമാനമാണിത്. ആ വ്യക്തിക്ക് ഈ ഒരു സെറ്റ് ചീട്ട് മാത്രമല്ല കിട്ടാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണെങ്കിൽ 54 ക്വാഡ്രില്യൺ സാധ്യതകളാണ് അല്ലെങ്കിൽ ചീട്ടുകളുടെ സെറ്റുകളാണ് ആ ഒരൊറ്റ വ്യക്തിക്ക് കിട്ടുക. അതിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ ചീട്ടുകളുടെ ഒരു സെറ്റ് കിട്ടിയപ്പോൾ അയാൾ വിജയിച്ചു. അങ്ങനെ ഒരു ചീട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത് അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയാണെന്ന് അയാൾക്ക് വാദിക്കാം. പക്ഷേ ആ ഒരു ചീട്ടിൻ്റെ സെറ്റ് മാത്രം കിട്ടിയാലാണോ അയാൾക്ക് വിജയിക്കാൻ സാധിക്കുക? ഈ 54 ക്വാഡ്രില്യൺ സാധ്യതകളിൽ കുറേ അധികം സാധ്യതകൾ അയാൾ വിജയിക്കാനുള്ള സാധ്യതകളായിരിക്കും. കൃത്യമായിട്ട് അത് എത്രമാത്രമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരുപാട് സാധ്യതകളുണ്ട്. ആ ഒരു ചീട്ട് മാത്രമല്ല, വേറെയും ചീട്ടുകളുടെ സെറ്റുകൾ കിട്ടിയാലും അയാൾക്ക് വിജയിക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചം അത് ഒരു മികച്ച ഡിസൈനൊന്നുമല്ല. പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് 10⁻³ ആണ്. ഞാൻ പെർസെൻറ്റേജിലുള്ള കണക്കാണ് പറയുന്നത്. 10⁻³ എന്ന് പറയുമ്പോൾ 0 ദശാംശം ചിഹ്നം ഇട്ടതിന് ശേഷം 36 പൂജ്യങ്ങൾ എഴുതി ഒരു 1 എഴുതുന്ന അത്രയും ചെറിയ പെർസെൻറ്റേജാണ്. ബാക്കിയുള്ള പ്രദേശങ്ങളിലൊന്നും ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ആ ഒരു ചെറിയ പെർസെൻറ്റേജ് അത് നമ്മുടെ ഭൂമി മാത്രമാണല്ലോ. ആ ചെറിയ പെർസെൻറ്റേജ് അത് ഭൂമി മാത്രമല്ല. അത്തരത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ ചെറിയ ശതമാനം നമ്മൾ രേഖപ്പെടുത്തുന്നത് ഇത്രയും വലിപ്പമേറിയിട്ടുള്ള ഒരു പ്രപഞ്ചത്തിൻ്റെയാണ്. ആ പ്രപഞ്ചത്തിൻ്റെ വിസിബിളായിട്ടുള്ള ബൗണ്ടറി മാത്രമേ നമുക്കറിയുകയുള്ളൂ. അതിനും വെളിയിൽ വേറെയും പ്രപഞ്ചമുണ്ട്. അവിടെയുള്ള പ്രകാശങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചേരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ടെലസ്കോപ്പിലേക്ക് ഒരിക്കലും എത്തിച്ചേരില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും ഭൂമിയെപ്പോലെ ജീവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ. പക്ഷേ ബഹുഭൂരിപക്ഷം പ്രദേശവും ജീവൻ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത പ്രദേശങ്ങളാണ്. ചീട്ടുകളിൽ നമുക്ക് കിട്ടുന്ന 54 ക്വാഡ്രില്യൺ സാധ്യതകൾ പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആണ്, അതിനേക്കാൾ സാധ്യത കുറവാണ് ജീവൻ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രപഞ്ചത്തിലെ ഓരോ കോണുകളും. ന്യൂട്ടൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സമവാക്യത്തിൽ ഒരു r² ഉണ്ട്. F = g(m1m2) / r². 1/r². 1/r²ന് പകരം 1/r⁴ ആയിരുന്നെങ്കിൽ ഇവിടെ സ്റ്റേബിളായിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ടാക്കാൻ ഒരു ഗ്രഹങ്ങൾക്കും സാധിക്കില്ലായിരുന്നു. സ്റ്റേബിളായിട്ടുള്ള ഒരു ഓർബിറ്റ് ഉണ്ടായിട്ടില്ലെങ്കിൽ
ഇവിടെ ഒരു ഗ്രഹങ്ങളിലും, ഇവിടെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലോ അല്ലെങ്കിൽ സൗരയൂഥത്തിലോ കാര്യം മാത്രമല്ല, പ്രപഞ്ചത്തിൽ തന്നെ ഒരു ഗ്രഹങ്ങളിലും ഒരു രീതിയിലുള്ള ജീവജാലങ്ങളും ഉണ്ടായിരിക്കില്ലായിരുന്നു. പക്ഷേ 1/r² ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടായത്. ഇങ്ങനെയുള്ള വാദങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് 1/r² മാത്രമല്ല സ്റ്റേബിളായിട്ടുള്ള ഓർബിറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. 1/r3 അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഫ്രാക്ഷൻ വരുന്ന എല്ലാ സാധ്യതകളിലും സ്റ്റേബിളായിട്ടുള്ള ഓർബിറ്റുകൾ ഉണ്ടാകും. അവിടെയൊക്കെ ജീവജാലങ്ങൾ ഉണ്ടാകും. 1/r4 ഉണ്ടാകില്ല, 1/r5 ഉണ്ടാകില്ല. പക്ഷേ 1/r3 1/r², 1/r ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ അനേകം സാധ്യതകളിലൊക്കെ സ്റ്റേബിളായിട്ടുള്ള ഓർബിറ്റുകൾ ഉണ്ടാകും. അവിടെയൊക്കെ ജീവജാലങ്ങളും ഉണ്ടാകും. നമ്മുടെ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ അനുസരിച്ച് 1/r² എന്ന് പറയുന്നത് ഒരു ആകസ്മികമെന്ന് പറയാൻ സാധിക്കില്ല. അത് അനിവാര്യമാണ്. 1/r² എന്ന അനിവാര്യത ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരിക്കലും ഒരു 3 ഡയമെൻഷണൽ വേൾഡ് പോസിബിൾ അല്ലായിരുന്നു. കാൾ സാഗൻ ഒരു ചിന്താ പരീക്ഷണം അല്ലെങ്കിൽ ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതാണ് ലിഥിക് പ്രിൻസിപ്പിൾ. ഇവിടെ ജീവൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ അത് ജീവനുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അതേ സാധ്യതകൾ അല്ലെങ്കിൽ അതേ നിയമങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു പാറയും ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരു വലിയ കല്ലും ഉണ്ടാവുകയുള്ളൂ. കല്ലുകൾക്ക് ഇത്തരത്തിലുള്ള താത്വികമായിട്ടുള്ള ചിന്തകൾ നടത്താൻ സാധിക്കുമായിരുന്നെങ്കിൽ അവരും വാദിച്ചേനെ. ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ പാറകൾ ഉണ്ടായതെന്നും ഈ പാറകൾക്ക് വേണ്ടിയാണ് ഇവിടെ ഈ പ്രപഞ്ചം ഇതേ രീതിയിൽ കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുത്തതെന്നും അവരും നിരന്തരമായി വാദിച്ചേനെ. ആൻഡ്രേ ലിൻഡയുടെ യൂണിവേഴ്സ് മോഡലിനെ കുറിച്ചും കാൾ സാഗൻ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതനുസരിച്ച് ഇവിടെ ഒരൊറ്റ പ്രപഞ്ചമല്ല, അനേകം പ്രപഞ്ചങ്ങളുണ്ട്. മൾട്ടിവേഴ്സാണ് ഇവിടെ ഉള്ളത്. ഓരോ പ്രപഞ്ചങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണ്. ഇവിടുത്തെ നിയമമല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊളിച്ചെഴുത്ത് കൂടെ നടത്തേണ്ടി വരും. മൾട്ടിവേഴ്സ് ഇപ്പോഴും നമ്മൾ തെളിയിച്ചിട്ടില്ല. അതൊരു ഹൈപ്പത്തറ്റിക്കൽ തിയറിയായിട്ട് മാത്രം നിൽക്കുകയാണ്. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഇതുമാത്രമല്ല നമ്മുടെ പ്രപഞ്ചം. അതായത് നമ്മൾ ഒട്ടും തന്നെ സ്പെഷ്യലല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഒട്ടും സ്പെഷ്യലല്ല. കാരണം ഇത്തരത്തിൽ അനേകം പ്രപഞ്ചങ്ങളുണ്ട്. അവിടെയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളുണ്ട്. 54 ക്വാഡ്രില്യൺ ചീട്ടുകളുടെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞല്ലോ. അതിലെ ഒരൊറ്റ സാധ്യത മാത്രമായിരിക്കും ഈ പ്രപഞ്ചം. അതിൻ്റെ അനേകം സാധ്യതകൾ വേറെയുമുണ്ട്. അതെല്ലാം വേറെ പ്രപഞ്ചങ്ങളാണ്. അവിടെയും സക്സസ്ഫുള്ളായിട്ട് പ്രപഞ്ചമുണ്ടായിരിക്കും. ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങളുണ്ടായിരിക്കും. ആ ഗ്രഹങ്ങളിലൊക്കെ മനുഷ്യരെ പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ജീവജാലങ്ങളും ഉണ്ടായിരിക്കും. പ്രപഞ്ച നാടകത്തിൽ നമുക്ക് പ്രധാന വേഷം നൽകപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ മറ്റാർക്കെങ്കിലും നൽകിയിട്ടുണ്ടാകും, ഒരുപക്ഷെ മറ്റാർക്കും നൽകിയിട്ടുണ്ടാകില്ല. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾക്ക് അഹങ്കരിക്കാനുള്ള ഒരു വകുപ്പുമില്ല. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.